ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി. മറ്റേതുമല്ല, അവരുടെ ലൈനപ്പിലെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള മോഡലുകളിലൊന്നാണ് ബ്രെസ. അതിൻ്റെ 2026 മോഡലിൻ്റെ കൂടെയാണ് ഇപ്പം ഞാനുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വളരെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ വീഡിയോയിൽ നമുക്ക് ഒപ്പീനിയൻസും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് മാറ്റങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ 27-ാം തീയതി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മളിത് ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ പുതിയ എൻജിൻ വിശേഷങ്ങൾ, ഇതിന് വന്നിട്ടുള്ള മാറ്റങ്ങളുടെ നമ്മളുടെ ഒപ്പീനിയൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കും. സോ അതും കൂടി നിങ്ങൾ കണ്ടാലേ ഇതിൻ്റെ വീഡിയോ പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ ബ്രെസയുടെ വളരെ പെട്ടെന്നുള്ളൊരു വാക്ക് റൗണ്ട് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാൾക്ക്, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്ക് ഒരുപാട് വാഹനങ്ങൾ ഫീച്ചർ ചെയ്യാനുള്ള നമുക്കൊരു സഹായകരമായിട്ടും തുടരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. രണ്ടാമത്തത്, എനിക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒപ്പീനിയൻ പറയാനും പറ്റാത്തത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒപ്പീനിയൻ പറയാം. സോ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കണ്ടപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൊമൻ്റ് ആയിട്ടും രേഖപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ വന്നുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാം എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ ബ്രെസ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്, പക്ഷേ ചില ചേഞ്ചുകളുണ്ട്. ഒന്നാമത്തത്, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പിയാനോ ബ്ലാക്ക് അതിനകത്ത് ഒരു റെഡ് എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് സുസുക്കിയുടെ ലോഗോ വെച്ചിട്ടുള്ളത്. അതായത് ആ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന എലമെൻറ്റിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട് എന്ന് പറയാം. വേറെ കാര്യം, ഈ ഒരു റെഡ് എലമെൻറ്റും ഈ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻ്റൊക്കെ ശരിക്കും ഈ ഒരു ടെർബോ വേരിയൻറ്റിനകത്ത് വന്നിട്ടുള്ള എലമെൻ്റാണ്. ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ്. സോ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതുകൂടി പറയാം. ഈ റെഡ് എലമെൻറ്റ് അതിൽ മാത്രമേ ഉള്ളൂ. നോർമൽ വേരിയൻ്റ് ഉണ്ട് അതിനകത്ത് കാണുക എന്നുള്ളത്. അതേപോലെ തന്നെ ആ ഒരു താഴെയുള്ള ലിപ്പ് ഭാഗവും നമുക്കവിടെ കാണാം. ഒരു ഗൺ മെറ്റാലിക് പോലത്തെ കളറിലാണ് നമ്മുടെ ഈ ഒരു ഡിപ്പ് ഭാഗം വന്നേക്കുന്നത്. അപ്പോൾ തന്നെ ബമ്പർ ഡുവൽ ടോണിൽ വന്നിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ഹൗസിങ് ഇതാ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് DRL പാറ്റേണും നമുക്ക് കാണാൻ പറ്റും. ഈ എലമെൻറ്റുകൾ മൊത്തം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കണേ എന്ന് പറയാം. സോ അത് മൊത്തം ഒരു എലമെൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ ഇതാണ് ഫ്രണ്ട് ഭാഗം. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു എലമെൻ്റൊക്കെ അവിടെ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു സെൻസർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. റിയർ കൊളീഷൻ വാണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഒരു എലമെൻറ്റ് സുസുക്കിയുടെ ലോഗോയുടെ താഴ്ഭാഗത്തായിട്ട് കാണാം. വൈപ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഡയമെൻഷനും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് മാറിയിട്ടില്ല. വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു പ്രിസിഷൻ കട്ട് ഡിസൈൻ വന്നിട്ടുണ്ട്. അലോയ് വീലിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് എന്ന് പറയാം. അതിന് ഈ ഒരു റെഡ് എലമെൻറ്റ് ഇതാ ഇവിടെ കൊടുത്തേക്കണം. അതുപോലെ അതേ ഒരു റെഡ് എലമെൻറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഡ്യുവൽ ടോൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്തും ഒരു എക്സ്ട്രാ എലമെൻറ്റ് കാണാം. അതെനിക്ക് തോന്നുന്നു ഈ റെഡ് എലമെൻറ്റും ആ ഒരു ഭാഗവും ഈ ഒരു ടർബോ എഞ്ചിനിലേക്ക് വരുന്ന സമയത്തുള്ളതാണ്. രണ്ട് സൈഡിലും നമുക്ക് റിക്കോ സെൻസേഴ്സ് കാണാം. ഡോർ ഹാൻഡിൽസ് ബോഡി കളേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഡിക്കേറ്ററും ക്യാമറയും ഒക്കെ ആയിട്ട് നമ്മുടെ സൈഡ് വ്യൂ മിറർ ഇവിടെ കാണാം. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു അലുമിനിയം പാറ്റേണിനകത്താണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിയാൽ ടർബോ ബൂസ്റ്റർ ജെറ്റ് എന്ന് പറയുന്ന ഒരു എൻജിൻ ബാഡ്ജിങ്ങിൻ്റെ ഹൈലൈറ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു സ്പെഷ്യൽ എഡിഷനാണ് ഇതിലേക്ക് വന്ന സമയത്തുള്ള അതേ ഒരു സാധനത്തിൻ്റെ റെഡ് എലമെൻറ്റ് ഇവിടെയും കാണാം. ഇതിങ്ങനെ സ്പ്ലിറ്റായിട്ടാണ് ഡോറിലേക്ക് കൂടി കയറിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനെക്കുറിച്ചൊന്നും ഒപ്പീനിയൻ ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു. ബ്രെസ എന്ന് പറയുന്ന ലെറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെഡിലൊക്കെ ഒരു വ്യത്യാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലേ? ഇവിടെ നോക്കിയാൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. വൈപ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസ്, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ, ഷാർക്ക് ഫിൻ, ആൻറ്റിന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പറിലേക്ക് വരുന്ന സമയത്തും നമുക്ക് അവിടെ ഒരു റെഡ് എലമെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമോ? നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇനി ടെയിൽ ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണോ? അല്ലല്ലോ, പക്ഷേ അത് ഓട്ടോമാറ്റിക് പൊങ്ങി. ഇവിടെ നമുക്ക് ആക്ച്വലി ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നിൽക്കും. CNGയിലേക്ക് വരുന്ന സമയത്തും ഏറെക്കുറെ ഇത്ര തന്നെ ബൂട്ട് സ്പേസ് കിട്ടും എന്നുള്ളതാണ്. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 400 രൂപയാണെങ്കിൽ ഒരു 300 രൂപ, അങ്ങനെ ചെറിയൊരു വ്യത്യാസം 100 ലിറ്ററിൻ്റെ അല്ലേ, ചെറുതാന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അത്രയും ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് കിട്ടും CNGയിലേക്ക് വരുമ്പോൾ എന്നുള്ളത് മാരുതിയുടെ ഒരു പുതിയ ടെക്നോളജിയാണ്. കാരണം ആ ഒരു ബോഡിക്ക് അടിയിലാണ് ടാങ്ക് വെക്കാറുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വിക്ടോറിയസിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു. ഇവിടെ ക്ലോസ് ചെയ്യാനുള്ളൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഞ്ചും കാര്യങ്ങളൊക്കെ അല്ലേ, ഹൈഡ്രോളിക്, അതൊക്കെ നല്ല രസമുണ്ട്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തോണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടിയിൽ പുറത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വെള്ളം അതുമ്പോൾ നിൽക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വന്ന് ഇടിക്കില്ല എന്നുള്ളൊരു പ്രത്യേകത അതിനുണ്ട് എന്നുള്ളതാണ്.
ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോകണം. ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇൻവോൾവ് വണ്ണിനെ കുറിച്ച് പറയാം. നമ്മുടെ വാഹനത്തിനകത്തൊരു പ്രീമിയം സ്മെല്ല് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇൻവോൾവ് വണ്ണ്. നല്ല രസമുള്ള ഒരുപാട് ഫ്രാഗ്രൻസുകൾ വല്ല ലൈനപ്പിലുണ്ട്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ, ബ്ലിങ്കിറ്റിൽ, ഇവരെ വെബ്സൈറ്റിൽ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. വെബ്സൈറ്റ് വഴി വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് വെബ്സൈറ്റ് വഴി വാങ്ങുന്ന സമയത്ത് നമ്മളൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. അതുവഴി 10% ഡിസ്കൗണ്ടും കിട്ടും എന്നുള്ളതാണ്. സോ ഇതുവരെ വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങാം. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വാങ്ങാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് പോവുകയാണ്. ഇൻറ്റീരിയറിൻ്റെ ഒരു കളർ ടോൺ നോക്കിയാൽ ശരിക്കും ഇതിനെപ്പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒപ്പീനിയൻ പറയാനൊരു ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് എന്നുള്ളതാണ്. ഡോർ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കൈവെക്കുന്ന ഭാഗത്ത്. അതുകൊണ്ട് AC-ൻ്റെ ഒരു തണുപ്പ് ഇതിനുള്ളിൽ കൂടി നമുക്ക് കിട്ടും. പ്ലാസ്റ്റിക് എലമെൻറ്റ്, പവർ വിൻഡോ കൺട്രോൾ, ഫ്രണ്ടിലത്തെ മാത്രമാണ് ഓട്ടോ ആയിട്ട് വന്നിട്ടുള്ളത്. മിററിൻ്റെ കൺട്രോൾ, ഡോർ ലോക്ക് അൺലോക്ക്, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് ഭാഗത ഇത് രണ്ടും ലെതറാണ്. ഈ ബ്ലാക്കും ലെതറാണ്, ഈ കാണുന്ന കളറും ലെതറാണ്. അതുപോലെ ഇത് ലെതറാണ്, ഇത് ഫാബ്രിക്കാണ്. പക്ഷേ ഇത് വെൻറ്റിലേറ്റഡ് സീറ്റാട്ടോ. വെൻറ്റിലേഷൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിവിടെ നമുക്ക് ലിവറായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഡാഷ്ബോർഡിലേക്ക് വരാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഒപ്പീനിയൻ അല്ല, അത് കാണുമ്പോൾ അങ്ങനെയാണ്. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മളെ ഡിജിറ്റൽ ഭാഗം വന്നിട്ടുള്ളത്. സൈഡിനകത്തുള്ള ഗേജുകൾ നോക്കൂ. അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെഡ്-അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസിബിലിറ്റി, അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ രസങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവിടെ ധാരാളം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ഹെഡ്-അപ്പ് ഡിസ്പ്ലേൻ്റെ കൺട്രോൾ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോ, പാർക്കിംഗ് ബ്രേക്ക്, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫങ്ഷനിങ് ആണ്, ലെതർ റാപ്പിഡ് ആണ്. ഇവിടെ താഴ്ഭാഗത്ത് പിയാനോ ബ്ലാക്ക് വിത്ത് D ഷേപ്പ്ഡ് ആണ്. അതിനകത്ത് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഹോൺ വരുന്നത്. ഒരു 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ടച്ച് റെസ്പോൺസിനെ കുറിച്ചും ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കാം. ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് കൺട്രോൾ ബട്ടൺ നോക്കിയാൽ നേരത്തെ പല വണ്ടിയിലും നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നോക്കൂ, വേറൊരു കളറിനകത്താണ് കൊടുത്തേക്കുന്നത്. പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ഇതും കൂടി മിക്സ് ആകുമ്പോൾ എങ്ങനെയുണ്ട്. താഴേക്ക് വരാം. വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ ബട്ടൺസ് ഇവിടെ കാണാം. കപ്പ് ഹോൾഡേഴ്സ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ് റെസ്റ്റ്, അതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റിംഗ് സൺറൂഫ്, നമുക്ക് ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യാൻ. അതിൻ്റെ പോലെ ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്, വെച്ച് ഇലക്ട്രിക്കൽ ഉണ്ടോ കൺട്രോൾ ചെയ്യാം. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഡോറിലും ഉണ്ടോ ഒരു പിയാനോ ബ്ലാക്ക്, അതിനിടെ ഒരു ലൈറ്റ് ഉണ്ടോ 64 കളറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആംബിയൻ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ച് പറയാം. ഇതാ സുസുക്കിയുടെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാലേ ഇതൊരു പുതിയ എഞ്ചിനാണ്, ഒരു 1 ലിറ്റർ ടേബോ പെട്രോൾ എഞ്ചിൻ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാം. നേരത്തെ ഉണ്ടായിരുന്ന 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഇല്ലേ, അത് ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിനെ കൊടുത്തേക്കുന്നത്. 100 PS പവറും 148 Nm ടോർക്കുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. 5 സ്പീഡ് മാനുവലിനകത്തും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്തും അതേപോലെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിനകത്തും ഈ എഞ്ചിൻ വകഭേദം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയുണ്ട്, ഡ്രൈവ് ഫീൽ എങ്ങനെയുണ്ട്, വൈബ്രേഷൻ, നോയിസ്, NVH ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. സോ ആ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വേറെ കാര്യം, ഇതിൻ്റെ പ്രൈസ് നിലവിൽ ഇവർ അനൗൺസ് ചെയ്തിട്ടില്ല. അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, വഴിയെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഇവരെ മൈലേജിനെ കുറിച്ചും നമുക്ക് പറയണം. 20 above എന്തായാലും എല്ലാ മോഡലും കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ബ്രസ നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്, 24 വരെയൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ബ്രസ. അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ടെക്നിക്കൽ ചേഞ്ചുകൾ, അതിൻ്റെ ഒരു കോസ്മെറ്റിക് ചേഞ്ചുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ ബ്രസ കണ്ടപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.